യാക്കോബായ പള്ളിയിൽ ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ശ്രമം. ഇന്നലെ രാത്രി മുതൽ പള്ളിക്ക് മുന്നിൽ വലിയ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചത്. പള്ളി വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ. തഹസിൽദാർ വിശ്വാസികളുമായി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം യാക്കോബായ സഭാ വിശ്വാസികൾ പള്ളി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിന് എതിരെ അവിടെ തപ്പടിച്ചിട്ടുണ്ട്. എബിൻ ജോസ് തത്സമയ വിവരങ്ങൾ നൽകും. എബിൻ, ഹൈക്കോടതി ഈ പള്ളിയുടെ വിഷയത്തിലാണ് നേരത്തെ ഇടപെടുകയും എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാതിരിക്കുന്നത്? യാക്കോബായ വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണോ സർക്കാരിന്റെ നീക്കമെന്നൊക്കെയുള്ള രൂക്ഷമായ ചോദ്യങ്ങൾ ഉന്നയിച്ചത്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അനുരഞ്ജനത്തിന്, സമവായത്തിന് ചർച്ചകൾ നടക്കുന്നുണ്ടോ? സമവായത്തിനുള്ള ശ്രമങ്ങൾ തഹസിൽദാരുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇത് കോടതി വിധിയാണ്. വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തഹസിൽദാരും അതുപോലെ തന്നെ പോലീസും ഇവിടെ എത്തിയത് എന്നുള്ളത് വിശ്വാസികളെ ധരിപ്പിച്ചു. പക്ഷേ വിശ്വാസികൾ പറയുന്നത് അവർ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന പള്ളിയാണ്, പള്ളി വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. നീതി നിഷേധമാണ് വിശ്വാസികളോട് നടത്തുന്നത് എന്നുള്ളതാണ് വിശ്വാസികളുടെ പക്ഷമായി പറയുന്നത്. പക്ഷേ പോലീസും തഹസിൽദാരും നേരത്തെ സുപ്രീം കോടതി വിധിയും അതിന് പിന്നാലെ ഇപ്പോൾ തൊട്ടടുത്തുണ്ടായ ഹൈക്കോടതി ഉത്തരവും വിശ്വാസികളെ ധരിപ്പിച്ചിരിക്കുന്നു. അതായത് ഈ ഇത്തരത്തിൽ പള്ളി വിട്ടുകൊടുക്കാതിരിക്കുന്നത്, പള്ളിയിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്നത് കോടതി ലക്ഷ്യമാണ്. കോടതി വിധി നടപ്പാക്കേണ്ടതുണ്ട്, നടപ്പാക്കി കോടതിയെ തന്നെ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം പോലീസും